അതുകൊണ്ട് മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹായ്ക്ക് സിംഹാസനം ഉണ്ടോ? മലങ്കരയിലെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്താണ്? മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന കോൺസെപ്റ്റ് ആദ്യം പറഞ്ഞത് മാർത്തോമാ സഭയാണ്. ഇന്നത്തെ മലങ്കര മാർത്തോമാ സഭ. അവർക്ക് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം ലിറ്ററലി ഒരു സിംഹാസനമൊക്കെ ഉണ്ട്. തിരുവല്ലായി മാർത്തോമാ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പുലാത്തീനിൽ ഇരിപ്പുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ തിരുവല്ലായി പോകുമ്പോൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ അവർ കാണിക്കാറിയും. കാരണം ഇപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന് ഒരുപാട് അവകാശികൾ വരുന്നുണ്ട്. ഇനി അവരത് പുറത്തെടുക്കാൻ ധൈര്യപ്പെടുമെന്നും അറിയത്തില്ല. കാരണം ആ സിംഹാസനം പലരെയും മോഹിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ചിത്രം ഇന്റർനെറ്റിൽ കണ്ടു. സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന തട്ടിൽ ബിഷപ്പ് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന കോൺസെപ്റ്റ് എന്താണ്? അതൊരു ആത്മീക സിംഹാസനമാണോ? അതൊരു ഭൗതിക സിംഹാസനമാണോ? ഈ ചോദ്യത്തിന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മുൻ കാതോലിക്ക മറുപടി നൽകുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ ഈ വട്ടക്കുന്നേൽ മാത്യൂസ് റാബോ കാതോലിക്കായുടെ ആത്മകഥ അദ്ദേഹം തന്നെ എഴുതിയതാണ്. അത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ഈ പുസ്തകം ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മുൻ കാതോലിക്കയാണ്. ഈ വട്ടക്കുന്നേൽ ബാവയാണ് ഈ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് വായിക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ആ പുസ്തകത്തിന്റെ ഒരു പേജാണ്. എന്താണ് ഈ പേജിൽ പറയുന്നത്? നിങ്ങൾ നോക്കുക. ഒരിക്കൽ ദേവലോകം അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഔദ്യോഗിക ചടങ്ങിന് മാത്രം എടുക്കുന്നതുമായ സിംഹാസനത്തെ കുറിച്ച് ഞാൻ കാതോലിക്കായുടെ സിംഹാസനം എന്ന് പറഞ്ഞു. ഡോക്ടർ എം കുര്യൻ തോമസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ കാതോലിക്കായുടെ സിംഹാസനം എന്ന് പറഞ്ഞു. ഉടനെ പരിശുദ്ധ പിതാവ് കാതോലിക്കായുടെ സിംഹാസനമോ? കണ്ടോ? കാതോലിക്കായുടെ സിംഹാസനമോ? പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാതോലിക്കായുടെ സിംഹാസനമോ എടുത്തു ചോദിക്കുകയാണ്. എടാ, അത് മലങ്കര മെത്രാപ്പോലിത്തായുടെ സിംഹാസനമാ. കാതോലിക്കായ്ക്ക് സിംഹാസനമുണ്ടോ? ആർക്കറിയാം? ചിലപ്പോ ശീമേലെങ്ങാൻ കാണുമായിരിക്കും. നിങ്ങൾ കണ്ടല്ലോ, സ്വത്തില്ലാത്ത സാധനം എന്തിനാ? അപ്പൊ സ്വത്തിനാണ് പ്രാധാന്യം. അപ്പോ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീക സിംഹാസനമല്ല, മറിച്ച് മലങ്കരയിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കസ്റ്റോഡിയൻ എന്നുള്ള രീതിയിലാണ് സിംഹാസനം എന്ന് പറയുന്നത്. ഭൗതിക സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന ആളാണ് മലങ്കര മെത്രാപ്പോലിത്ത. മലങ്കര മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞാൽ ടെമ്പറൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്വത്തുക്കള് കൈവശം വെക്കുകയാണ്. ട്രസ്റ്റിന്റെ ചെയർമാനാണ്. അപ്പോൾ ആ സ്വത്തുക്കളെ സംബന്ധിക്കുന്ന ഒന്നിനെയാണ് സിംഹാസനം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വട്ടക്കുന്നേ ബാവയെങ്കിലും കാതോലിക്കയ്ക്ക് സിംഹാസനം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. കാതോലിക്ക എന്ന് പറയുന്നത് ഒരു ആത്മീക സ്ഥാനമാണ്. ആ ആത്മീക സ്ഥാനത്തിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അതിനൊരു കൃത്യമായ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സക്സഷൻ ഇല്ല. പക്ഷേ വളരെ ദൃശ്യമായിട്ട്, വളരെ എവിഡന്റ് ആയിട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വളരെ ദൃശ്യമായിട്ട് എവിഡന്റ് ആയിട്ടുള്ളതാണ്. ആ സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന ആള് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വത്തുക്കളെ സാധാരണ മലങ്കര മെത്രാപ്പോലിത്തായുടെ സിംഹാസനമാണ്. അപ്പൊ മാർത്തോമാ ശ്ലീഹായ്ക്ക് സിംഹാസനമില്ല, മാർത്തോമായ്ക്ക് ശ്ലീഹായ്ക്ക് സിംഹാസനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് യാക്കോബായക്കാര് തലമുണ്ടാക്കിയതൊക്കെ വെറുതെയാണ്. സത്യത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന് അവരുദ്ദേശിക്കുന്നത് മലങ്കര മെത്രാപ്പോലിത്തായുടെ സിംഹാസനമാണ്, അതുള്ളതാണ്. ഈ മലങ്കര മാർത്തോമാ സഭയ്ക്ക് മലങ്കര മെത്രാപ്പോലിത്തായുടെ സിംഹാസനം, കാരണം അവർക്ക് സ്വത്തുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്, ആശുപത്രിയുണ്ട്, ഇതൊക്കെ അതിന്റെയൊക്കെ അധികാരി. ഇപ്പൊ തട്ടിൽ പിതാവിന്റെ സിംഹാസനമാണ് ഏറ്റവും വലുത്. 3.5 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാം മുകളിൽ ഇരിക്കുന്ന ആളാണ് അപ്പൊ ആ സിംഹാസനം. നമ്മുടെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സിംഹാസനം കുറെ കൂടെ തിളക്കമുള്ളതാണ്. അവർക്കും ഏകദേശം 19,000 ഏക്കർ സ്ഥലം ഇന്ത്യയിലുണ്ട്. കുഴപ്പമില്ലാത്തൊരു സിംഹാസനമാണ്. അപ്പൊ അവരും ഈ ഭൗതികമായ സ്വത്തുക്കളുടെ ഒരു അർത്ഥത്തിലാണ് ഈ പറയുന്നത്. പക്ഷെ ആത്മീകമായ ഒരു സിംഹാസനം വട്ടക്കുന്നേൽ ബാവാ തിരുമേനി പറഞ്ഞു, ആർക്കറിയാം, ചിലപ്പോൾ ജീമേലെങ്ങും കാണുമായിരിക്കും. അവിടെയുള്ളവർ പ്രാർത്ഥിച്ചും പാവപ്പെട്ട മനുഷ്യർ അവർക്ക് വല്ലതും ആത്മീകമായ സിംഹാസനം കാണുമായിരിക്കും. സ്പിരിച്വൽ ത്രോൺ.
അതെന്തിനാണ്? അത് പ്രീസ്റ്റ്ഹുഡും അപ്പോസ്തോലിക് സക്സഷനുമാണ്. അപ്പോസ്തോലിക പിന്തുടർച്ചയും പൗരോഹിത്യവുമാണ് ആത്മീക സിംഹാസനത്തിന്റെ. അത് നമുക്കില്ല, അങ്ങനത്തെ ഒരു ക്ലെയിമും ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കില്ല. അറ്റ്ലീസ്റ്റ് വട്ടക്കുന്നേൽ ബാവ വരെയുള്ളവർക്കില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇല്ലെന്ന്. ഇത് കുര്യൻ തോമസ് വെടിപ്പായിട്ട് രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾ നിങ്ങളുടെ കണ്ണാലെ സ്ക്രീനെ കാണുകയും ചെയ്തു. ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ അവസ്ഥ. മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു, കേരളത്തിൽ സഭ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഈ മാർത്തോമാ ശ്ലീഹ ആരെയാണ് ബിഷപ്പായിട്ട് വാഴിച്ചത്? ദാറ്റ് ഈസ് എ $1 ട്രില്യൺ ക്വസ്റ്റ്യൻ. പണ്ടൊക്കെ $1 മില്യൺ ഡോളറിനൊന്നും ഇപ്പൊ വിലയില്ല, $1 ബില്യൺ വിലയില്ല. സോ $1 ട്രില്യൺ ആണ് ഇപ്പോ കണക്ക്. സോ ദിസ് ഈസ് ദ $1 ട്രില്യൺ ക്വസ്റ്റ്യൻ. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം അത് ആലങ്കാരികവും ഭൗതിക സ്വത്തിനെ സംബന്ധിക്കുന്നതുമാണെന്ന് വട്ടക്കുന്നേ ബാവ പറഞ്ഞിട്ടുണ്ട്. ഈ ചരിത്ര സത്യം അദ്ദേഹം അങ്ങനെ സമ്മതിച്ചെന്നും അവരുടെ ധാരണ ഭൗതിക സ്വത്തിനെ സംബന്ധിച്ചാണെന്നും ഉള്ളത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് യാക്കോബായ സഭയിലുള്ള ആളുകൾ മനസ്സിലാക്കണം, അത് കേവലം ഭൗതിക സ്വത്തിനെ സംബന്ധിക്കുന്ന ഒരു ട്രസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മലങ്കര സഭ ഒരു ട്രസ്റ്റാണ്. നമുക്ക് മത്തായി ഇടയനാൽ അച്ഛനും അതുപോലെയുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിലെ വക്താക്കളൊക്കെ ആവർത്തിച്ച് പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു ട്രസ്റ്റാണ്. കൃത്യമാണ്. അത് വട്ടക്കുന്നേ ബാബായും പറഞ്ഞു. ഈ ട്രസ്റ്റിന്റെ അധികാരി മലങ്കര മെത്രാപ്പോലിത്തയാണ്. അതിനെയാണ് സിംഹാസനമെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പം എന്തോ ആത്മീക സിംഹാസനത്തെ കുറിച്ചാണ് ഇവർ പറയുന്നതെന്നോർത്ത് യാക്കോബക്കാരങ്ങ് ഇളകി വശാവുകയും പ്രകോപിതരാവുകയും ഒക്കെ ചെയ്യാണ്. പ്രകോപിതരാകേണ്ട കാര്യമില്ല. അവർ പറയുന്നത് ശരിയാണ്. മലങ്കരയിൽ അങ്ങനെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന് മാർത്തോമായുടെ പേര് കൊടുത്തു. നമുക്ക് എന്തിനും പേര് കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു ചായക്കട തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൻ ഗാർഡൻ എന്നൊക്കെ ചായക്കടയ്ക്ക് പേര് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആദാമിന്റെ ചായക്കട എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ആരുടെയാണ് ഈ ചായക്കട? ആദാമിന്റെ ചായക്കട. അപ്പൊ ആദാമിന്റെ ചായക്കട എങ്ങനെ ആദാമിന്റെ ആവുമോ അങ്ങനെ മാത്രമാണ് കഞ്ഞിക്കുഴിയിലെ മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനവും മാർത്തോമാ ശ്ലീഹയുമായിട്ടുള്ള ബന്ധം. ആദാമിന്റെ ചായക്കട പോലെ ഒരു സെറ്റപ്പ് എന്നുള്ളതുള്ള ഒരു പേര് അങ്ങിടുക. നമുക്ക് എന്ത് പേരും ഇടാം. അപ്പോ കഞ്ഞിക്കുഴിക്കാരുടെ ഈ ഭൗതിക സ്വത്തുക്കളുടെ ഒരു ട്രസ്റ്റിന് അവരിട്ടിരിക്കുന്ന പേരാണ് മാർത്തോമായുടെ സിംഹാസനം. ഇനി തെറ്റിദ്ധരിച്ച് അത് ആത്മീയമാണെന്ന് തെറ്റിദ്ധരിച്ച കുര്യൻ തോമസിനെ ശാസനാരൂപത്തിൽ ഈ വട്ടക്കുന്നേ ബാവ തിരുത്തുന്നുണ്ട്. അത് കുറെ കൂടെ അദ്ദേഹം ട്രൂത്ത്ഫുൾ ആയിരുന്നു, അദ്ദേഹം തിരുത്തി.